ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലൗഡ്സ് ഓഫ് ജോയ്. ഇന്ന് നമുക്ക് മാർച്ച് മാസത്തിൽ വന്നിട്ടുള്ള PSC ബുള്ളറ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് പഠിക്കാം. ആദ്യമായിട്ട് അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടിക്ക് പാരീസിലാണ് വേദിയായത്. അടുത്ത AI ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയിലാണ്. അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി പാരീസിൽ നടന്നു. അടുത്ത AI ഉച്ചകോടി ഇന്ത്യയിലാണ് നടക്കുന്നത്. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരം പ്രശസ്ത കഥക് കലാകാരൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിക്ക് 1.5 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരം കഥക് കലാകാരന് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിക്ക്. ഏകദിന ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ 150 റൺസിലെത്തുന്ന ആദ്യ കളിക്കാരനായി ദക്ഷിണാഫ്രിക്കയുടെ മാത്യു ബ്ലിറ്റ്സ്കെ. ഏകദിന ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ 150 റൺസിലെത്തുന്ന ആദ്യ കളിക്കാരനായി ദക്ഷിണാഫ്രിക്കയുടെ മാത്യു ബ്ലിറ്റ്സ്കെ. സ്വാതി അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരം മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ K. ജയകുമാറിന്. സ്വാതി അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരം മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ K. ജയകുമാറിന്. 2032 ഭൂമിയിൽ പതിക്കാനിടയുള്ള 2024 YR4 ചിഹ്നഗ്രഹത്തെ നിരീക്ഷിക്കാൻ ഐക്യരാഷ്ട്രസഭ. 2032 ഭൂമിയിൽ പതിക്കാനിടയുള്ള 2024 YR4 ചിഹ്നഗ്രഹത്തെ നിരീക്ഷിക്കാൻ ഐക്യരാഷ്ട്രസഭ. മധ്യപ്രദേശിലെ രേവയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നു. എവിടെയാണ് വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം നിലവിൽ വരുന്നത്? മധ്യപ്രദേശിലെ രേവയിൽ. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിൻ്റെ പേര് വിജയ് ദുർഗ് എന്നാക്കി. ഫോർട്ട് വില്യം എന്നായിരുന്നു പഴയ പേര്. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിൻ്റെ പുതിയ പേര് വിജയ് ദുർഗ്, പഴയ പേര് ഫോർട്ട് വില്യം എന്നായിരുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമമാണ് ഓവർസീസ് മൊബിലിറ്റി ഫെസിലിറ്റേഷൻ ആൻഡ് വെൽഫെയർ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമമാണ് ഓവർസീസ് മൊബിലിറ്റി ഫെസിലിറ്റേഷൻ ആൻഡ് വെൽഫെയർ. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് ഇൻ്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് ഇൻ്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. 38ാമത് ദേശീയ ഗെയിംസിൽ സർവീസസ് ചാമ്പ്യന്മാരായി കേരളത്തിന് 14ാം സ്ഥാനം. ഉത്തരാഖണ്ഡായിരുന്നു വേദി. 38ാമത് ദേശീയ ഗെയിംസിൽ സർവീസസ് ചാമ്പ്യന്മാരായി. ഇനി നമുക്ക് തദ്ദേശ പുരസ്കാരങ്ങൾ നോക്കാം. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മലപ്പുറം, മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ കോട്ടയം, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച നഗരസഭ ഗുരുവായൂർ. ഒന്നും കൂടി നോക്കാം. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്, മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച നഗരസഭ ഗുരുവായൂർ. കലാനിധി അക്ഷരരത്ന പുരസ്കാരം PV ചന്ദ്രന്. കലാനിധി അക്ഷരരത്ന പുരസ്കാരം PV ചന്ദ്രന്. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ പങ്കജ് അദ്വാനി ജേതാവ്. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ പങ്കജ് അദ്വാനി ജേതാവ്. പൂർണ്ണ പുരസ്കാരം KS ചിത്രയ്ക്ക്. പൂർണ്ണ പുരസ്കാരം KS ചിത്രയ്ക്ക്. ശ്രീ പാർവതി ശ്രീരത്ന പുരസ്കാരം ജില്ലാ കളക്ടർ അനുകുമാരിക്ക്. ശ്രീ പാർവതി ശ്രീരത്ന പുരസ്കാരം ജില്ലാ കളക്ടർ അനുകുമാരിക്ക്. പ്രഥമ പത്മകീർത്തി പുരസ്കാരം ഡോക്ടർ നാരായണന്.
പ്രഥമ പത്മകീർത്തി പുരസ്കാരം ഡോക്ടർ നാരായണന്. ജ്ഞാനപ്പാന പുരസ്കാരം സാഹിത്യ നിരൂപകൻ KP ശങ്കരന്. ജ്ഞാനപ്പാന പുരസ്കാരം സാഹിത്യ നിരൂപകൻ KP ശങ്കരന്. ചിത്രകാരൻ മോപ്പസാങ് വാലത്ത് അന്തരിച്ചു. ചിത്രകാരൻ മോപ്പസാങ് വാലത്ത് അന്തരിച്ചു. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാറിനെ നിയമിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനമാണ്. ഇത് നോട്ട് ചെയ്ത് പഠിക്കുക. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാറിനെ നിയമിച്ചു. IVFലൂടെ ലോകത്തിൽ ആദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച ഓസ്ട്രേലിയ. IVFലൂടെ ലോകത്തിൽ ആദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഓസ്ട്രേലിയ. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫി പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിന്. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സ്വരാജ് ട്രോഫി പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിന്. കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് 2024 ഇന്ത്യയ്ക്ക് 96-ാം സ്ഥാനം. 1-ാം സ്ഥാനം ഡെൻമാർക്കിന്. കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സിൽ ഇന്ത്യയ്ക്ക് 96-ാം സ്ഥാനം. 1-ാം സ്ഥാനം ഡെൻമാർക്കിന്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ നടന്നു. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ നടന്നു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ ഗ്യാനെറ്റ്സ് ആണ് രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ ഗ്യാനെറ്റ്സ് ആണ് രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം. ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 14,000 റൺസ് തികയ്ക്കുന്ന താരമെന്ന റെക്കോർഡ് ഇന്ത്യയുടെ വിരാട് കോഹ്ലിക്ക്. ഏകദിനത്തിൽ കൂടുതൽ ക്യാച്ച് എടുക്കുന്ന ഇന്ത്യക്കാരനെന്ന റെക്കോർഡും കോഹ്ലി സ്വന്തമാക്കി. അതായത് വിരാട് കോഹ്ലിക്ക് 2 റെക്കോർഡാണ്. ഒന്നെന്ന് പറയുന്നത് ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 14,000 റൺസ് എന്ന റെക്കോർഡും പിന്നെ ഏറ്റവും കൂടുതൽ ക്യാച്ച് എടുക്കുന്ന ഇന്ത്യക്കാരനെന്ന റെക്കോർഡും കോഹ്ലിക്കാണ് സ്വന്തമായത്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. N. രാമചന്ദ്രൻ പുരസ്കാരം ഷബാന ആസ്മിക്ക്. N. രാമചന്ദ്രൻ പുരസ്കാരം ഷബാന ആസ്മിക്ക്. ബാർട്ട് ഡെ വേവർ ബെൽജിയം പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. ബാർട്ട് ഡെ വേവർ ബെൽജിയം പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. രേഖ ഗുപ്ത ഡൽഹിയുടെ 9ാമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. രേഖ ഗുപ്ത ഡൽഹിയുടെ 9ാമത്തെ മുഖ്യമന്ത്രിയായി. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രി കൂടിയാണ് രേഖ ഗുപ്ത. രേഖ ഗുപ്ത ഡൽഹിയുടെ 9ാമത്തെ മുഖ്യമന്ത്രിയായും 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായും അധികാരമേറ്റു. അപ്പോൾ ഇത്രയുമാണ് PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് മാർച്ച് മാസത്തിൽ പഠിക്കാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ. താങ്ക് യു.